ഹലോ, നമ്മളിപ്പോൾ ഇൻഹെറിറ്റൻസിനെ കുറിച്ചാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മൾ സിംഗിൾ ഇൻഹെറിറ്റൻസ് പഠിച്ചു. അടുത്തതായിട്ട് മൾട്ടിപ്പിൾ ഇൻഹെറിറ്റൻസ്. മൾട്ടിപ്പിൾ ഇൻഹെറിറ്റൻസ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഫോം ഇങ്ങനെയാണ്. എന്താണ്? ഒന്നിൽ കൂടുതൽ മൾട്ടിപ്പിൾ ഇൻഹെറിറ്റൻസ് എന്ന് പറയുമ്പോൾ തന്നെ മോർ ദാൻ വൺ പാരൻസ് എ സിംഗിൾ ചൈൽഡ്. ഓക്കെ, ഇതാണ് ഓർക്കേണ്ടത്. ഒന്നിൽ കൂടുതൽ പാരൻസ്, അത് 2 ആകാം 3 ആകാം, എത്ര വേണമെങ്കിലും ആകാം. ആൻഡ് എ സിംഗിൾ ചൈൽഡ്, ഒരൊറ്റ ചൈൽഡ് മാത്രം. അതാണ് മൾട്ടിപ്പിൾ ഇൻഹെറിറ്റൻസ്. മൾട്ടിപ്പിൾ ഇൻഹെറിറ്റൻസിൻ്റെ സിൻടാക്സ് ഇങ്ങനെയാണ്: ക്ലാസ് ഡി കോളൻ വിസിബിലിറ്റി മോഡ് ഓഫ് ഫസ്റ്റ് ബേസ്, വിസിബിലിറ്റി മോഡ് ഓഫ് സെക്കൻഡ് ബേസ്. ഓക്കെ, ഇപ്പോൾ 2 ബേസ് ഉള്ളതുകൊണ്ട് അതിൻ്റെ എക്സാമ്പിൾ പറയാം. ക്ലാസ് സി പബ്ലിക് എ പ്രൈവറ്റ് ബി, ഓർ പബ്ലിക് എ പ്രൊട്ടക്റ്റഡ് ബി, എന്ത് വേണമെങ്കിലും ആകാം. ഓക്കെ, ഇപ്പോൾ 3 ക്ലാസ് ഉണ്ടെങ്കിൽ ക്ലാസ് സി കോളൻ പബ്ലിക് എ കോമ പ്രൈവറ്റ് ബി കോമ പ്രൊട്ടക്റ്റഡ് ബി, അങ്ങനെ എത്ര വേണമെങ്കിലും നമുക്ക് സിൻടാക്സുകൾ കൊടുക്കാം. ഓക്കെ, നെക്സ്റ്റ് ഇസ് മൾട്ടി ലെവൽ ഇൻഹെറിറ്റൻസ്. മൾട്ടി ലെവൽ ഇൻഹെറിറ്റൻസ് എന്ന് പറഞ്ഞാൽ മോർ ദാൻ വൺ ലെവൽ ഓഫ് അബ്സ്ട്രാക്ഷൻ, അബ്സ്ട്രാക്ഷൻ അല്ല, ഡെറിവേഷൻ ഉള്ളതിനെയാണ് വി കോൾ എ മൾട്ടി ലെവൽ ഇൻഹെറിറ്റൻസ്. ഓക്കെ, മൾട്ടി ലെവലിൻ്റെ എന്താണ്? ഒരു ക്ലാസ് അതിൻ്റെ പ്രോപ്പർട്ടീസ് അടുത്ത ക്ലാസ് എടുക്കുന്നു, ആ ക്ലാസ്സിൽ നിന്ന് മൂന്നാമതൊരു ക്ലാസ് എടുക്കുന്നു, അവിടെ നിന്ന് അടുത്ത ക്ലാസ് എടുക്കുന്നു. അങ്ങനെ ഇവിടെ നമ്മൾ 3 ലെവൽസ് ഓഫ് ഡെറിവേഷനെ കാണിച്ചിട്ടുള്ളൂ. എത്ര ലെവൽസ് ഓഫ് ഡെറിവേഷനും പോസിബിൾ ആണ്. ഓക്കെ, അപ്പോൾ ഇവിടെ കണ്ടോ, ക്ലാസ് എ ആൻഡ് ക്ലാസ് ബി ഇസ് ഡിറൈവിങ് എ. അപ്പോൾ ക്ലാസ് എ ബി ആൻഡ് ബി ഇസ് ഡിറൈവിങ് എ. ഇനി ക്ലാസ് സി പ്രൈവറ്റ് ബി, സോ ക്ലാസ് സി ഇസ് ഡിറൈവിങ് ഫ്രം ബി, എ ടു ബി, ബി ടു സി. ഓക്കെ, സോ അപ്പം നമുക്ക് ലാബ് എക്സാമിനൊക്കെ ഇൻഹെറിറ്റൻസിന് ക്വസ്റ്റ്യൻസ് ചോദിക്കുമ്പോൾ ഇങ്ങനെ ഇന്ന ഈ ടൈപ്പ് ഓഫ് ഇൻഹെറിറ്റൻസ് ചെയ്യൂ എന്നൊന്നും പറയില്ല. നമുക്കൊരു ക്വസ്റ്റ്യൻ തന്നിട്ട് അതിലിങ്ങനെ വളരെ ഡീറ്റെയിൽ ആയിട്ട് ഒരു ക്ലാസ്, ആ ക്ലാസ്സിൻ്റെ ഇന്ന മെമ്പറിന് അടുത്ത ക്ലാസ് എടുത്തു, അത് ഈ ക്ലാസ്സിൻ്റെ മെമ്പറിന് ആ ക്ലാസ് എടുത്തു, അങ്ങനെയൊക്കെയാണ് പറയുന്നത്. ആ ക്വസ്റ്റ്യൻ വായിച്ചിട്ട് നമ്മൾ ഇതുപോലെ ഒരു ഡയഗ്രാം വരയ്ക്കുകയാണെങ്കിൽ നമുക്ക് ഏത് ഇൻഹെറിറ്റൻസ് ആണെന്ന് എളുപ്പത്തിൽ ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ട് പറ്റും, നമുക്ക് ചെയ്യാനായിട്ട് എളുപ്പമുണ്ടാവും. ഓക്കെ, സോ ഇതാണ് മൾട്ടിപ്പിൾ ഇൻഹെറിറ്റൻസ്. നെക്സ്റ്റ് ഇസ് ഹൈറാർക്കിക്കൽ ഇൻഹെറിറ്റൻസ്. ഹൈറാർക്കിക്കൽ ഇൻഹെറിറ്റൻസ് എന്ന് പറഞ്ഞാൽ ഒരു പാരൻറ്റും ഒന്നിൽ കൂടുതൽ കുട്ടികളും, ഒന്നിൽ കൂടുതൽ ചൈൽഡ് ക്ലാസ്സുകളും. ഓക്കെ, ക്ലാസ് എ, ക്ലാസ് ബി, പബ്ലിക് എ. ഒരു ക്ലാസ് ഉണ്ട് വിച്ച് ഇസ് എ. ആ എ എന്നുള്ള ക്ലാസ്സിനെ ബി എന്നുള്ള ക്ലാസ് പബ്ലിക്കലി ഇൻഹെറിറ്റ് ചെയ്യുന്നു. സി എന്നുള്ള ക്ലാസ് എനെ തന്നെ പ്രൈവറ്റ് ആയിട്ട് ഇൻഹെറിറ്റ് ചെയ്യുന്നു. ഡി എന്നുള്ള ക്ലാസ് എനെ തന്നെ പ്രൊട്ടക്റ്റഡ് ആയിട്ട് ഇൻഹെറിറ്റ് ചെയ്യുന്നു. അപ്പോൾ സെയിം ബേസ് ക്ലാസ് എനെ പല ക്ലാസ്സുകൾ എന്താണ് പലതായിട്ട് ഇൻഹെറിറ്റ് ചെയ്യുന്നു. ഓക്കെ, അതിൻ്റെ ഒരു റെപ്രസെൻറ്റേഷനാണ് പറഞ്ഞിരിക്കുന്നത്. എനെ തന്നെ ബിയും സിയും ഡിയും ഇൻഹെറിറ്റ് ചെയ്യുന്നു. ഓക്കെ, സോ എ ഇസ് ദ കോമൺ പാരൻറ്റ് ഫോർ ബി, സി ആൻഡ് ഡി, ആൻഡ് ബി, സി, ഡി ആർ ദ ചിൽഡ്രൻ ഓഫ് എ, ആൻഡ് ഓൾസോ ബി, സി, ഡി ആർ സിബ്ലിങ്സ്. ഓക്കെ, സെയിം പാരൻറ്റ് ക്ലാസ് ആയതുകൊണ്ട് ബിയും സിയും ഡിയും എന്താണ്? സിബ്ലിങ്സ് ആണ്. ഓക്കെ, അപ്പോൾ നമ്മുടെ ഈ ക്ലാസ് ഡിക്ലറേഷൻ എല്ലാം ഒരുപോലെ തന്നെയാണ്. ക്ലാസ്സിൻ്റെ പേര്, കോളൻ, വിസിബിലിറ്റി മോഡ്, ഡിറൈവ്ഡ് ക്ലാസ്സിൻ്റെ മീൻസ് ബേസ് ക്ലാസ്സിൻ്റെ പേര്, ആ ഫോർമാറ്റിൽ തന്നെയാണ് എല്ലാ ഇൻഹെറിറ്റൻസും ഡിക്ലെയർ ചെയ്യുന്നത്. ഓക്കെ, and the last type of inheritance is hybrid inheritance. ഓക്കെ, ഹൈബ്രിഡ് ഇൻഹെറിറ്റൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്? കോമ്പിനേഷൻ ഓഫ് ഇൻഹെറിറ്റൻസ്. അത് നമ്മൾ ഇതുവരെ പഠിച്ച ബാക്കി 4 സിംഗിള്, മൾട്ടിപ്പിൾ, മൾട്ടി ലെവൽ ആൻഡ് ഹൈറാർക്കിക്കൽ. ഇതിൽ ഏതെങ്കിലും ഒക്കെ ഇൻഹെറിറ്റൻസുകളുടെ കോമ്പിനേഷനെയാണ് വാട്ട് വി കോൾ എ ഹൈബ്രിഡ് ഇൻഹെറിറ്റൻസ്. ഓക്കെ, അപ്പോൾ ഈ എക്സാമ്പിൾ നോക്കുകയാണെങ്കിൽ ദിസ് ഈസ് എ കോമ്പിനേഷൻ ഓഫ് മൾട്ടി ലെവൽ ആൻഡ് മൾട്ടിപ്പിൾ ഇൻഹെറിറ്റൻസ്. എ ടു ബി, ബി ടു ഡി, ഇത് മൾട്ടി ലെവൽ ഇൻഹെറിറ്റൻസ് ആണ്. ആൻഡ് ബി, സി, ഡി ഇത് മൾട്ടിപ്പിൾ ഇൻഹെറിറ്റൻസ് ആണ്. ഓക്കെ, ഇനി ഈ എക്സാമ്പിൾ നോക്കുകയാണെങ്കിൽ എ, ബി, സി ആൻഡ് ഡി. ഓക്കെ, ഇത് കോമ്പിനേഷൻ ഓഫ് മൾട്ടിപ്പിൾ, ഹൈറാർക്കിക്കൽ ആൻഡ് മൾട്ടി ലെവൽ ഇൻഹെറിറ്റൻസസ്. എ, ബി, സി, എ, ബി, സി ഇത്ര എടുക്കുകയാണെങ്കിൽ ഇത് ഹൈറാർക്കിക്കൽ ഇൻഹെറിറ്റൻസ് ആണ്. ബി, സി, ഡി അത്ര എടുത്താൽ അത് മൾട്ടിപ്പിൾ ഇൻഹെറിറ്റൻസ് ആണ്. ആൻഡ് എ ടു ബി ടു ഡി അത് എന്താണ്? മൾട്ടി ലെവൽ ഇൻഹെറിറ്റൻസ് ആണ്. ഓക്കെ, സോ ഈ ഇൻഹെറിറ്റൻസിൽ ഈ പർട്ടിക്കുലർ കേസ് മാത്രം ഇവിടെ ഒരു ആംബിഗ്വിറ്റി എറർ വരാനുള്ള പോസിബിലിറ്റി ഉണ്ട്. കാരണം ഡി എന്ന് പറഞ്ഞ ക്ലാസ് ഇൻഹെറിറ്റിംഗ് ദ പ്രോപ്പർട്ടീസ് ഓഫ് എ ത്രൂ ബി ആൻഡ് സി. ഓക്കെ, അതായത് എ എന്നുള്ളത് വിത്ത് റിഗാർഡ് ടു ഡി, എ ഇസ്
a grandparent. B and C are parents and D is the child. Okay. അപ്പോൾ ഇത് ഗ്രാൻഡ് പാരൻറ് ക്ലാസ്, ബി സിയും പാരൻറ് ക്ലാസ്സുകൾ, ഡി ചൈൽഡ് ക്ലാസ് ആണ്. സോ ദ ചൈൽഡ് ക്ലാസ് ഡി ഈസ് റിസീവിങ് ദ പ്രോപ്പർട്ടീസ് ഓഫ് എ ത്രൂ ബി ആൻഡ് സി. ഓക്കെ. അങ്ങനെ വരുമ്പോൾ അവിടെ ഡ്യൂപ്ലിക്കേഷൻ ഓഫ് ഡേറ്റ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. ഓക്കെ. അപ്പോൾ ആ പെർട്ടിക്കുലർ കേസിൽ മാത്രം വി മേക്ക് ദ ഗ്രാൻഡ് പാരൻറ് ക്ലാസ് വിർച്വൽ. ഓക്കെ. അപ്പോൾ ഈ ഒരു എക്സാമ്പിളിൽ class A is the grandparent class and we have class B is virtually deriving A and again class C is virtually deriving A. ഈ parent ക്ലാസ്സുകൾ ഗ്രാൻഡ് പാരൻറ് ക്ലാസ്സിനെ വിർച്വൽ ഡെറിവേഷൻ ആണ് ചെയ്യുന്നത്. ഓക്കെ. സോ ഈ ആംബിഗ്വിറ്റി എറർ ഒഴിവാക്കാനായിട്ട്